ഓൾറെഡി ലേറ്റായി. വരുന്നു. ആ തന്റെ കണ്ണെന്താണോ മുഖത്തല്ലേ എവിടെ നോക്കിയാണ് നടക്കുന്നേ? ശരി, ഇപ്പൊ അങ്ങനെയായ ഈ പെങ്കൊച്ചല്ലേ ഇവനെ മുന്നടിച്ചേ? ക്രിസ്റ്റി മതി പോവാ, അങ്ങനെ വിട്ടാ പറ്റത്തില്ലോ. നീ അവിടെ നിൽക്കണല്ലേ? സ്റ്റെല്ലടി ഓൾറെഡി ലേറ്റായി, നമുക്ക് പോവാ. ഇവന്മാരെ ഞാൻ പിന്നെ എടുത്തോളാം. എടുക്കാൻ നീ ഇങ്ങോട്ട് വാടി, ഞാൻ നിന്നേരാം. ഓ എടാ ക്രിസ്റ്റി മതി വാ, നമുക്ക് പോവാ, ലേറ്റായി. അവന്മാർക്കൊരു രണ്ടെണ്ണത്തിന് കുറവുണ്ടായിരുന്നു. ശരി, ഞാൻ കുറച്ച് നമ്മളിവിടെ നിൽക്കായിരുന്നു. അതെനിക്കും തോന്നി. ഇപ്പം വേണ്ട, എന്തായാലും ലേറ്റ് ആയിരിക്കുമല്ലേ, വൈകുന്നേരം നോക്കാം. എന്താ അഹങ്കാരം പിടിച്ച പെണ്ണാന്ന് നോക്കിയേ? നീ വീട് വാ, നമുക്ക് പോവാ. നല്ല ലേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ തന്നെ. എടി ഇനിയിപ്പോൾ ക്ലാസ് എവിടെയാണെന്ന് പറഞ്ഞാൽ തരിക? അതന്നെ ഞാനും ആലോചിക്കുന്നത്. ഒരു ഐഡിയ ഉണ്ട്. നീ അപ്പുറത്തെ സൈഡിൽ കൂടെ പോ, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകും. എന്തെങ്കിലും ഐഡിയ കിട്ടി എടുക്കാൻ വെച്ച് തരാം. ഓക്കെ, ഇയാളുടെ അടുത്ത് ചോദിച്ചു നോക്കിയാലോ? എക്സ്ക്യൂസ് മീ. യെസ്. ഓ താനോ? എന്ത് പറ്റി? ഇയാളോ? എന്തോ ചോദിക്കാൻ വന്നാന്ന് തോന്നുന്നു. എന്ത് പറ്റി ചോദിച്ചോ? അത് പിന്നെ താനിങ്ങനെ പേടിക്കണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ സമയത്തുള്ള ആ ഒരു ഇതിൽ പറഞ്ഞു പോയതാ. താനെന്താ ചോദിക്കാൻ വന്നേ? അല്ല, ഈ ഫസ്റ്റ് ഇയർ ബികോം എവിടെയാ? സ്ട്രീറ്റ് പോയി ലെഫ്റ്റ് കട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ഇയർ ബികോം ആണ്. ആൻഡ് ബൈ ദ വേ, മൈ നെയിം ഈസ് ലിയ മാത്യു. തൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ? സെലിൻ ജോസഫ്. താങ്ക് യു ചേട്ടാ. അയാളോട് ചോദിച്ചു നോക്കിയാലോ? ചേട്ടാ, ഈ ഫസ്റ്റ് ഇയർ ബികോം എന്താ? താനോ? നീ എന്താ പറ്റേ ക്ലാസ്സിൽ പോണില്ലേ? എനിക്ക് ഫസ്റ്റ് ഇയർ ബികോം എവിടെയാണെന്നറിയോ? ഓ, നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കാം. ശരി, ഒരു താങ്ക് യു ഒക്കെ പറയാം. താങ്ക് യു. എടി ക്ലാസ് കിട്ടി, വാ പോവാ. വരുന്നു. സോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജാക്സൺ. സോ ഇന്ന് നമുക്ക് ക്ലാസ്സൊന്നും ഉണ്ടാകത്തില്ല. കാര്യം ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണല്ലോ. സോ ഈവനിങ് നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സ് ഒരു ഫ്രഷേഴ്സ് ഡേ തരുന്നുണ്ട്. സോ എല്ലാവരും ഫ്രഷേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ. അതിൽ കുറച്ച് ഗെയിംസ്, കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്ന് നമുക്ക് ക്ലാസ്സൊന്നും ഇല്ല കേട്ടോ. സോ താങ്ക് യു. ഭാഗ്യടി, ക്ലാസ്സൊന്നും ഇല്ലാന്ന്. ഇനിയിപ്പോൾ ഫ്രഷേഴ്സ് ഡേ എങ്ങനെയാവുമോ എന്തോ. അതെ. എടാ, എന്തിനാ ഫ്രഷേഴ്സ് ഡേ അല്ലേ? നമുക്ക് അവർക്കൊരു പണി എടുത്താലോ? ആർക്ക് എന്ത് പണി? എടാ, നമ്മളിന്ന് രാവിലെ കണ്ടില്ലേ അവർക്ക് എന്ത് പണി? അതൊക്കെ ഉണ്ട്, നീ വാ. അതെ, ഇവിടെ പേര് തരണം. ഓ, റേഷൻ കടയിൽ പോയി തൻ്റെ അരിയും കൊണ്ട് എഴുതി വാങ്ങാനല്ല. ഇത് ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് കുറച്ച് കോമ്പറ്റീഷൻസ് ഉണ്ടാവും, അതിനാണ്. ഇവൻ ഈ കോളേജിലത്തെ ചെയർമാനാണ്, അതുകൊണ്ട്. ലിയാമേ, സ്റ്റെല്ല, സെലിൻ, ഈ രണ്ടുപേരും അങ്ങോട്ട് മാറ്റി വെച്ചോ. ഹായ് ഡി ഫ്രഷേഴ്സ്, ഞാൻ ക്രിസ്റ്റി. അപ്പോൾ ഇന്ന് നമ്മളോട് ഒരു ഫ്രഷേഴ്സ് ഡേ ആണ് നടത്താൻ തീരുമാനിക്കുന്നത്. ബാക്കി നമ്മുടെ ചെയർമാൻ വന്ന് സംസാരിക്കും. ഓക്കെ, സോ ഈ ഫ്രഷേഴ്സ് ഡേയിൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ്, കുറേ ടാലൻറ്റ് ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഇതിലൊരു മടിയും കൂടാതെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ ബൗളിൽ എല്ലാവരുടെയും പേരും എഴുതിയിട്ടിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഏതെങ്കിലും 2 പേര് ചൂസ് ചെയ്യും. ആ 2 പേരിലുള്ള ആൾക്കാർ ഈ സ്റ്റേജിലോട്ട് കയറി വരണം. എന്നിട്ട് ഞാൻ പറയുന്ന എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും, അതിപ്പോൾ എന്ത് ടാലൻ്റ് ആണെങ്കിലും നിങ്ങളത് കാണിക്കണം. ഓക്കെ? ഒന്നും നോക്കാണ്ട് തിരിഞ്ഞോടിയാലോ? ഓടിച്ചു പിടിക്കും, എന്നെക്കാളും നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ചീറ്റിലുള്ള പേരുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെല്ല, സെലിൻ, 2 പേരും ഉടനെ തന്നെ സ്റ്റേജിലേക്ക് കയറി വരിക. ഓടാൻ നോക്കണ്ട, ഞങ്ങൾ ഓടിച്ച് പിടിക്കും. ഓക്കെ, അപ്പോൾ ചെയർമാൻ ലിയാമേ, ഇവർക്ക് കൊടുക്കുന്ന പണി എന്താണ്?
ടാലൻ്റ് എന്താണ്? സ്റ്റെല്ല ഒരു ഡാൻസ് കളിക്കട്ടെ, പിന്നെ സെലിൻ താനൊരു പാട്ട് പഠിക്കോ?